ഈ ഒരു മഹാപുരസ്കാരം നമ്മുടെ മഹാനടനെ തേടിയെത്തുമ്പോൾ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരായ ആളുകൾക്കൊക്കെ തന്നെ പറയാൻ പലതും ഉണ്ടാകും അല്ലെ. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ സംവിധായകൻ ബ്ലസ്സി ചേരുന്നുണ്ട്. ശ്രീ ബ്ലസ്സി, സ്വാഗതം വേക്കപ്പ് കേരളയിലേക്ക്. ഗുഡ് മോർണിംഗ്. നമ്മൾ മലയാളികൾക്കൊക്കെ അഭിമാനവും ഒരുപക്ഷെ അഹങ്കാരവും ഒക്കെ ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടന് ഈ ഒരു മഹാപുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല സിനിമകളും ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ, ഒരു സുഹൃത്തെന്ന നിലയിൽ ഈ ഒരു നേട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ അധികം സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്വന്തം നടനാണ്, മലയാളത്തിൻ്റെ നടൻ എന്നുള്ള രീതിയിൽ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ഒരു അംഗീകാരമായിട്ടാണ് എനിക്കിതിനെ കാണുന്നത്. ഞാൻ ഇന്ന് കാലത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ആശംസ അറിയിച്ചത്. കാരണം അതിനു മുമ്പ് അദ്ദേഹം ഉൾപ്പെടെ ചെയ്തിരുന്ന ഒരു 100 Years of Chrysostom ഡോക്യുമെൻ്ററി ഞാൻ ഇന്നലെ അയച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ലവ് ആൻഡ് പ്രേയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് കണ്ടു. അപ്പോഴാണ് ഞാൻ ലാലേട്ടൻ ഇത്രയധികം തിരക്കിൽ നിൽക്കുമ്പോൾ പോലും എങ്ങനെയാണ് അതിനൊരു മറുപടി എനിക്ക് തന്നത് എന്നോർത്താണ്. മാത്രമാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു മെസ്സേജ് അയച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പം ഈ അത്തരത്തിൽ ചെറിയ കാര്യങ്ങളെപ്പോലും വളരെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാനും കരുതുവാനും ഒക്കെ കഴിയുന്നൊരു വലിയൊരു മനസ്സിൻ്റെ ഉടമയോടെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ എന്നുള്ളതിനോടൊപ്പം തന്നെ അതേ വലിപ്പത്തിൽ മനസ്സിന് സൗന്ദര്യം സൂക്ഷിക്കുന്ന സ്നേഹത്തിനെക്കുറിച്ചും പ്രണയത്തിനെക്കുറിച്ചും ജീവിതത്തിനെക്കുറിച്ചും ഒക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു വലിയ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഈ അംഗീകാരം തീർച്ചയായിട്ടും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പരമോന്നത ഒരു പദവിയായിട്ട് കാണുന്നു. അത് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വേൾഡ് ആൾസമേഴ്സ് ഡേ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്നുള്ളൊരു നടൻ എത്രത്തോളം ലോകത്തിൻ്റെ മുന്നിൽ മറവി രോഗത്തിൻ്റെ ലേയേഴ്സ്, അതിൻ്റെ സാധ്യത, അതിനെക്കുറിച്ച് സാധാരണ ആൾക്കാരോട്, ലോകത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഭയങ്കര ഒരു റെഫറൻസ് ഫിലിം മാതിരി ഇന്ന് ലോകത്ത് പല ഭാഷകളിലും, മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും ഈ ആൾസമേഴ്സ് ഡേ ആഘോഷിക്കുന്നതോടൊപ്പം ലാലേട്ടനെ തന്നെയാണ് അതിൽ വരുന്നത്. ബ്ലസ്സി സാർ, ഈ ഒരു സിനിമ തന്മാത്ര എന്നുള്ള സിനിമ ഈ ഒരു ലോക അൾഷിമേഴ്സ് ദിനത്തിൽ ശരിക്കും സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു റെഫറൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും മോഹൻലാൽ എന്നൊരു മഹാനടൻ, അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭ, അത് തലമുടി തൊട്ട് നഖം വരെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളെയും സുസിദ്ധമായി അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഒരു കഴിവ്, വലിയ കഴിവാണ് മോഹൻലാലിനുള്ളത്. അതേപോലെ പ്രണയം, ആ സിനിമയിൽ നമ്മൾ മോഹൻലാലിന്റെ മറ്റൊരു ഇതാണ് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തോട് സംവദിക്കുമ്പോൾ സാറിന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തി, എന്നെ മാത്രമേ എല്ലാ സംവിധായകരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കാറ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സിനിമയെ സമീപിക്കുന്നതിൻ്റെ ഒരു നല്ല സിനിമയോട് എങ്ങനെയൊക്കെ ചേർന്ന് നിൽക്കണമെന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഇപ്പം പ്രണയം സിനിമയിൽ ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നില്ല. വളരെ ആകസ്മികമായി ഞാൻ അദ്ദേഹത്തിനടുത്തൊരു ഈ കഥ ഞാൻ പറയുമ്പോൾ അതിൽ കഥയായിട്ട് കേൾക്കുമ്പോൾ അത്രയധികം പ്രാധാന്യമില്ലാത്തൊരു റോളാണ് മാത്യൂസ്. അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു വാങ്ങിക്കണം. ഞാൻ വീൽ ചെയറിലിരുന്ന് ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, അതായത് ശരീരത്തിനെ കൊണ്ടല്ല, മുഖം മാത്രം അഭിനയിക്കാൻ സാധ്യതയെക്കുറിച്ച് ആ സമയത്ത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചോദിച്ച് വാങ്ങിച്ചാണ് ആ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ അഭിനയത്തിൻ്റെ വ്യത്യസ്തമായ സാധ്യതകളെക്കുറിച്ച് നിരന്തരമായി മനസ്സിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ് മോഹൻലാൽ. അപ്പം അദ്ദേഹത്തിന് ഇന്നും പുതിയ ക്യാരക്ടറിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു ആഗ്രഹം, ഇത് 360 മേൽ സിനിമകൾ അഭിനയിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു പുതിയൊരു വേഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു ആവേശമാണ്. അത് സിനിമയോട് കാണിക്കുന്ന വലിയൊരു സ്നേഹമാണ്. മലയാളത്തിലെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന് ഇത്തരം ഒരു ഉന്നത പദവി ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും വരേണ്ടിയ സിനിമകൾക്ക് ഒക്കെ നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ സൗന്ദര്യവും വാല്യൂവും ഒക്കെ കൂടുതൽ
ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് മലയാള സിനിമയിലെ ഫിലിം മേക്കേഴ്സ്. അദ്ദേഹവും ഒപ്പം തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്കുള്ളൊരു ഒരു ബഹുമതിക്ക് എത്തുമ്പോൾ ഇനിയുണ്ടാകുന്ന ഭാവിയിലെ സിനിമകളൊക്കെ അത്ര ലോകമെമ്പാടും അറിയുന്ന തരത്തിലേക്ക് ഉയരുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഇതോടുകൂടി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു സന്തോഷം. സർ, നമ്മൾ പലപ്പോഴും മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂകളിലൊക്കെ കാണാറുണ്ട്. അദ്ദേഹം പറയാറുള്ള ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് അത് അഭിനയിച്ച് ഫലിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അതെനിക്കറിയില്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അതിനെ ഒരു ജോലിയായിട്ടോ അല്ലെങ്കിൽ അത് എന്തോ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ പോലും അനങ്ങുന്നതൊക്കെ ഒരു പക്ഷേ അദ്ദേഹം അതിൽ ലയിച്ച് നിൽക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ സർ? അപ്പോൾ ഒരു സംവിധായകന് അത് കൃത്യമായിട്ട് ആ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാനും സാധിക്കും. ഇപ്പോൾ ഭ്രമരം സിനിമയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും പല അതിവൈകാരികമായ രംഗങ്ങളും ഒക്കെ നമ്മളതിൽ കാണുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ എന്നുള്ളൊരു നടൻ അദ്ദേഹം ജീവിക്കുകയാണ് അല്ലേ സർ? ഈ വലിയ ഒരു ഈശ്വരാനുഗ്രഹമുള്ള ഒരു നടനായിട്ടാണ് എനിക്ക് മോഹൻലാലിനെ കാണാൻ കഴിയുന്നത്. കാരണം എല്ലാവരും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളതാണ്, തൊട്ട് അടുത്ത നിമിഷം വരെ മറ്റെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു പരകായ പ്രവേശം മാതിരി ഒരു കഥാപാത്രമായി മാറുന്നു എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയുന്ന ചൈതന്യമാണ്. ഈ ചൈതന്യത്തിനാണ് അത് മറ്റേതെങ്കിലും തരത്തിൽ, അത് ഈശ്വരൻ്റെ ആകാം, ജനറ്റിക്കലാവാം, മറ്റെന്തെങ്കിലും തരത്തിലാവാം. പക്ഷെ അത് ആവേശത്തോടുകൂടി ആവഹിക്കുന്ന ഒരവസ്ഥയുണ്ട് കഥാപാത്രത്തിന്. അതിന് സ്വാഭാവികമായി സംഭവിക്കുന്നു. അത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു വലിയ യോഗ്യതയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം നമ്മളൊരു വളരെ സട്ടിലായിട്ടുള്ള പല നിമിഷങ്ങളും തന്മാത്രയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ അത് അങ്ങനെയൊക്കെ വർക്കൗട്ട് ആകുമോ എന്ന് പലരും ചോദിക്കുമ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഒരു സീൻ വർക്കൗട്ട് ആകുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളുടെ അക്ഷരങ്ങൾക്ക് കൂടുതൽ മികവോടുകൂടി ജീവൻ നൽകാനായിട്ട് അതിനൊരു ആർട്ടിസ്റ്റിന് കഴിയുമ്പോഴാണ് അതിൻ്റെ വളരെ സട്ടിലായിട്ടുള്ള, നമ്മളിപ്പോൾ കണ്ടൊരു രംഗത്തിൽ പോലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ ബന്ധങ്ങൾ, ശരീരം ഒന്നും അനങ്ങുന്നില്ല, മുഖം മാത്രം വെച്ചിട്ട് അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത്ത്, എത്രത്തോളം ഡെപ്തിലാണ് അവർ തമ്മിലുള്ളൊരു റിലേഷൻ. ആ റിലേഷൻഷിപ്പ് കാണുമ്പം കഴിഞ്ഞ 10-35 വർഷം അല്ലെ 40 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച 2 പേർ തമ്മിലുണ്ടാകുന്ന ഒരു അടുപ്പം, കരുതൽ, ഇതെല്ലാം കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് അത് ഒരു വലിയൊരു സിദ്ധിയായിട്ട് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. ഒപ്പം തന്നെ ഈ പലപ്പോഴും പല രംഗങ്ങളും എൻ്റെ അടുത്ത് ലാലേട്ടൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എഴുതുമ്പോഴെങ്ങനെയാണ് വലിയ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ. പല സീനുകളിൽ വെച്ചാൽ തന്മാത്രയിൽ നഗ്നനായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഭ്രമരത്തിൽ ശീർഷാസനം തലകുത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു നടന് തലകുത്തി നിൽക്കാൻ പറ്റുമോ എന്നുള്ള, അല്ലെ ഞാൻ അതിന് മുമ്പ് ചോദിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എഴുതുമ്പോൾ. അപ്പം ഇത് പക്ഷെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് അദ്ദേഹത്തിന് വഴങ്ങുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, ആശംസകൾ അറിയിച്ചതിന് നന്ദി പറയുകയാണ് ബ്ലസ്സി സാർ. ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങിലൂടെയും ഞങ്ങളിലേക്ക് എത്തട്ടെ. നന്ദി സാർ. താങ്ക് യു.